നിങ്ങളുടെ ജീവിതം നിറയെ പണത്തിനായുള്ള ആഗ്രഹമാണോ? അത് നേടുന്നതിനുള്ള ഏറ്റവും വലിയ രഹസ്യമെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു മാന്ത്രിക വിദ്യയല്ല, ഒരു പെട്ടെന്നുള്ള അത്ഭുതവുമല്ല, മറിച്ച് മാനിഫെസ്റ്റേഷൻ, പ്രകടമാക്കൽ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു അനന്തമായ ശക്തിയാണത്. നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രപഞ്ചോർജ്ജത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യവിദ്യയാണിത്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതൊരു എളുപ്പവഴിയല്ല. ഇതിന് ക്ഷമയും വിശ്വാസവും ആഴത്തിലുള്ള അറിവും ആവശ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു രഹസ്യ താക്കോൽ നൽകാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പണം മാത്രമല്ല, സമൃദ്ധിയും സമാധാനവും ആത്മസംതൃപ്തിയും നിറയ്ക്കും. പരമഹംസ യോഗാനന്ദയുടെ പഠനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുകയും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ ഉണർത്തുകയും ചെയ്യുന്ന ഈ യാത്രയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കും. നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ പണത്തെ ആകർഷിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മുടെ ജീവിതത്തിലേക്ക് പണത്തിന്റെ ഒഴുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പ്രപഞ്ചനിയമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഉത്തരം അതേ എന്നാണ്. പക്ഷേ ഇത് സാധ്യമാകുന്നത് നമ്മുടെ മനസ്സിന്റെ ആവേഗങ്ങളെ നിയന്ത്രിച്ച് പൂർണ്ണമായ സമർപ്പണത്തോടും യഥാർത്ഥ വിശ്വാസത്തോടും കൂടി നമ്മുടെ ബോധത്തെ ആ ഏകാഗ്രതയിലേക്ക് തിരിക്കുമ്പോൾ മാത്രമാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള ശക്തിക്ക് അവനവന്റെ ഭാവനയ്ക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് പരമഹംസ യോഗാനന്ദ ആവർത്തിച്ചു പറഞ്ഞു. പണം വെറുമൊരു ഫലം മാത്രമാണ്. യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പഠിക്കുന്ന ജീവിതമാണ്. എന്നാൽ ഈ വഴി പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഇവിടെ വെച്ചാണ് പലരും തളരുന്നത്, തോൽവി സമ്മതിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ തോൽവിയുടെ പരിധി കടന്നാൽ ഒരു പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ലാതാകുന്നു, അവ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഇന്ന് നമ്മൾ പരമഹംസ യോഗാനന്ദയുടെ പഠനങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള മാനിഫെസ്റ്റേഷന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കും. മനുഷ്യനെ അവന്റെ ഉള്ളിലുള്ള അലൗകിക ഊർജ്ജവുമായി ബന്ധിപ്പിക്കുന്ന ശക്തിയാണിത്. നമ്മുടെ ഉള്ളിലെ ആ ഊർജ്ജത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പണത്തിന്റെ ഉറവിടവുമായി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി നേടാൻ കഴിയുന്ന ഒരവസ്ഥയിലെത്തുന്നു. ഓർക്കുക, മനസ്സിന്റെ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളുടെ തുടക്കം. ഒരു സംശയവുമില്ലാതെ നിങ്ങളുടെ മനസ്സ് പണത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ അതിന്റെ വിശാലമായ ഊർജ്ജം കൊണ്ട് നിറയ്ക്കും. എന്നാൽ ഈ പ്രക്രിയയിൽ ഒരു വലിയ അധ്യായമുണ്ട്: ക്ഷമയും ആത്മാർത്ഥമായ വിശ്വാസവും. പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകളുടെ ശക്തി വളരെ വലുതാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയും. പക്ഷേ ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും വേണം. ഇത് വെറും അറിവിനെക്കുറിച്ചല്ല, മറിച്ച് അനുഭവത്തെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾ അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. വെറുതെ ചിന്തിച്ചാൽ മാത്രം മതിയോ? മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചാൽ മാത്രം നമുക്ക് വിജയം നേടാൻ കഴിയുമോ? ഇതൊരു ആദ്യപടി മാത്രമാണ്. അതിനുശേഷം വരുന്നത് ധ്യാനവും ആന്തരിക ശുദ്ധീകരണവുമാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ, എല്ലാ നെഗറ്റീവ് ചിന്തകളെയും അകറ്റുമ്പോൾ, ആ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ രൂപത്തിൽ ഒഴുകാൻ തുടങ്ങും. ആത്മാവിന്റെ സമാധാനമില്ലാതെ മാനിഫെസ്റ്റേഷൻ സാധ്യമല്ലെന്ന് പരമഹംസ യോഗാനന്ദ എപ്പോഴും പറയാറുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും എത്രത്തോളം ആഴത്തിൽ ബന്ധിപ്പിക്കുന്നുവോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തി. അതുകൊണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ എങ്ങനെ ഉണർത്താമെന്നും നമ്മുടെ മനസ്സിന്റെ ശക്തികളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും പണത്തിന്റെ ഊർജ്ജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കും. ഈ പ്രക്രിയയിലെ മറ്റൊരു പ്രധാന കാര്യം ധ്യാനമാണ്. ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്കെത്തുകയും അവിടെ നിന്ന് പോസിറ്റീവ് ഊർജ്ജം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പരമഹംസ യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു സാധനയാണിത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വ്യക്തമാകുന്നു. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ഒന്നാകുന്നു. അതോടെ മാനിഫെസ്റ്റേഷന്റെ വഴി തുറക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പണവും സമൃദ്ധിയും കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധ്യാനം നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഒരു ശാസ്ത്രമാണ്. പരമഹംസ യോഗാനന്ദ തന്റെ അനുഭവത്തിലൂടെയും ആഴത്തിലുള്ള സാധനയിലൂടെയും വെളിപ്പെടുത്തിയ ശാസ്ത്രം. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഊർജ്ജത്തെ കേന്ദ്രീകരിക്കാനും തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന്. നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത ഒരു പണത്തിന്റെ മഴ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ? പക്ഷേ ഇത് സാധ്യമാകുന്നത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഈ പ്രക്രിയ സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് ഊർജ്ജം നിലനിർത്തുകയും നിരന്തരമായി പരിശീലിക്കുകയും ചെയ്യുക. മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ഉള്ളിലെ ഊർജ്ജം മനസ്സിലാക്കുക, അതിനെ ഉണർത്തുക, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുക എന്നതാണ് പരമഹംസ യോഗാനന്ദയുടെ ഈ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആദ്യ ഭാഗം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പരമഹംസ യോഗാനന്ദയുടെ പഠനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനും അതിനെ ശരിയായ ദിശയിൽ നയിക്കാനും നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ
അടുത്ത ഭാഗത്തിൽ നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തി കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ചിന്തകളെ ഏകാഗ്രമാക്കി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തിന്റെ ഊർജ്ജത്തെ ആകർഷിക്കാമെന്നും അത് നിങ്ങൾക്ക് അനന്തമായ വിജയവും സമാധാനവും നൽകുമെന്നും നമ്മൾ മനസ്സിലാക്കും. കഴിഞ്ഞ ഭാഗത്തിൽ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ ഉണർത്തുന്നതിലാണെന്ന് നമ്മൾ സംസാരിച്ചു. അവിടെ നിന്ന് നിങ്ങളുടെ യാത്ര ഒരു പുതിയ വഴിത്തിരിവിലെത്തുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശക്തിയായി മാറുന്ന പ്രക്രിയ മനസ്സിലാക്കാനുള്ള സമയമാണ്. ആ ശക്തി നിങ്ങൾക്ക് പണവും സമൃദ്ധിയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അസാധാരണമായ വിജയവും നൽകും. പരമഹംസ യോഗാനന്ദയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് മനസ്സിന്റെ ഒരു ശാസ്ത്രമാണ്. അതിലൂടെ നമ്മൾ പ്രപഞ്ചത്തിന്റെ വിശാലമായ ഊർജ്ജവുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. പക്ഷേ ഇതൊരു സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാം തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. ഇതിന് നിരന്തരമായ പരിശീലനവും ആഴത്തിലുള്ള ധ്യാനവും പൂർണ്ണമായ സമർപ്പണവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രക്രിയ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ആദ്യപടി നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നോക്കുക എന്നതാണ്. പുറം ലോകത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഉള്ളിലെ ശാന്തതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് സൃഷ്ടിയുടെ അടിസ്ഥാന രൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ യഥാർത്ഥ ഞാൻ എന്ന സ്വയം നമ്മൾ കണ്ടുമുട്ടുന്നത്. മനുഷ്യന്റെ മനസ്സ് രണ്ടു തരം ഊർജ്ജങ്ങളാൽ നിർമ്മിതമാണെന്ന് പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്: പോസിറ്റീവും നെഗറ്റീവും. ഈ രണ്ട് ഊർജ്ജങ്ങളും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നു. നമ്മൾ നെഗറ്റീവ് ഊർജ്ജത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ശക്തി ദുർബലമാകും. അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ നെഗറ്റിവിറ്റികളെ തിരിച്ചറിയുക, അവയെ അകറ്റുക എന്നിവയാണ്. ഈ ജോലി എളുപ്പമല്ല, കാരണം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മാനസിക മേഖലയിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. എന്നാൽ നിങ്ങൾ ഈ ശുദ്ധീകരണത്തിനായി ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില പെട്ടെന്ന് മാറും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തവും കൂടുതൽ കേന്ദ്രീകൃതവും ശക്തവുമാകും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി വിശ്വാസമാണ്. നിങ്ങൾ ആ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ മാനിഫെസ്റ്റേഷൻ അപൂർണമാണ്. പരമഹംസ യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ വിശ്വാസം വെറും മനസ്സിന്റെ കാര്യമല്ല, മറിച്ച് ആത്മാവിന്റെ വിളിയാണ്. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അതെപ്പോഴും തയ്യാറാണെന്നും നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പ്രപഞ്ചവുമായി താളം കണ്ടെത്തുന്നു. ഈ താളമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ അടിത്തറ. നിങ്ങളുടെ ഓരോ ചിന്തയെയും ഒരു ദൗത്യമായി നിങ്ങൾ കാണണം. ഓരോ ചിന്തയെയും യാഥാർത്ഥ്യത്തിന്റെ രൂപം ധരിക്കാൻ കഴിയുന്നത്ര ശക്തമാക്കണം. ഈ വിശ്വാസത്തിന്റെ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുതിയ ബോധം സൃഷ്ടിക്കുന്നു. അത് നിങ്ങൾക്ക് പണത്തിനായി മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നൽകുന്നു. ഇനി ഈ ഊർജ്ജം എങ്ങനെ നിയന്ത്രിക്കാമെന്ന ചോദ്യമുയരുന്നു. അതിന്റെ ഉത്തരം ധ്യാനമാണ്. ധ്യാനം ഒരു മാധ്യമമാണ്. അതിലൂടെ നമ്മുടെ ചിന്തകളുടെ ശക്തി പ്രപഞ്ചോർജ്ജമായി മാറുന്ന ബോധത്തിന്റെ തലത്തിലേക്ക് നമ്മളെത്തുന്നു. ധ്യാനത്തെ ആത്മാവിന്റെ ഭാഷയായി പരമഹംസ യോഗാനന്ദ വിശേഷിപ്പിച്ചു. നമ്മുടെ ഉള്ളിലെ ദിവ്യത്വവുമായി നമ്മൾ ബന്ധപ്പെടുന്ന വഴിയാണത്. ധ്യാനസമയത്ത് നിങ്ങളുടെ ചിന്തകൾ സ്ഥിരമാകുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ബഹളം അവസാനിക്കുന്നു. പ്രപഞ്ചോർജ്ജത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെടുന്ന ആ ശാന്തതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ശക്തി അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നത്. പതിവായ ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധവും കേന്ദ്രീകൃതവും ശക്തവുമാക്കുന്നു. നിങ്ങളുടെ ബോധം ഉയർന്ന തലത്തിലെത്തുന്നതിനാൽ നിങ്ങളുടെ ഭാവനകൾ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങുന്നു. കൂടാതെ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം നന്ദിയിലാണെന്ന് പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന തരംഗദൈർഘ്യത്തിലെത്തുന്നു. നന്ദി നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ആവേഗങ്ങളെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മാനിഫെസ്റ്റേഷനെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു ശക്തിയാണ്. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ നന്ദിയുടെ വികാരം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒരുതരം ആത്മീയ നിക്ഷേപമാണ്. അത് നിങ്ങളെ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം വ്യക്തതയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കുക. അവയെ മാനസികമായി ആവർത്തിച്ച് കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമായും വ്യക്തമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ഊർജ്ജം കൊണ്ട് നിറയുക മാത്രമല്ല, ആ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇതിനെ പരമഹംസ യോഗാനന്ദ മനോഭാവത്തിന്റെ ശക്തിയെന്ന് വിളിച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങളുടെ ബാഹ്യലോകത്തിന്റെ പ്രതിഫലനം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളിൽ എത്രത്തോളം വ്യക്തതയും ശക്തിയും കൊണ്ടുവരുന്നുവോ അത്രത്തോളം വേഗത്തിലും ഫലപ്രദമായും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. ഈ പ്രക്രിയയിൽ നിങ്ങളുടെ ഭാവനകളെ ജീവനുള്ളതാക്കുക. അവയെ വെറും ചിന്തയായി കാണാതെ നിങ്ങളെല്ലാം ഇതിനകം നേടിയതുപോലെ അനുഭവിക്കാൻ തുടങ്ങുക. അതിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കുക. ഈ ഊർജ്ജം നിങ്ങളുടെ അസ്തിത്വത്തിന് ഒരു പുതിയ ദിശാബോധം നൽകും. മറ്റൊരു പ്രധാന ഘടകം ക്ഷമയാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഉടൻ പൂർത്തിയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രപഞ്ചം അതിന്റെ വേഗതയിലാണ് നീങ്ങുന്നത്. നിരാശയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ആത്യന്തികമായി വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന താക്കോലാണ് ക്ഷമയെന്ന് പരമഹംസ യോഗാനന്ദ വിശദീകരിച്ചു.
നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു പരീക്ഷണം മാത്രമാണ്. നിങ്ങൾ ക്ഷമയോടെയിരിക്കുകയും നിങ്ങളുടെ ഊർജ്ജം നിലനിർത്തുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും ഫലം നൽകും. അതുകൊണ്ട് ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ വിശ്വാസവും പ്രയത്നവും നിങ്ങൾ ഉപേക്ഷിക്കാത്തപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നത്. ഇപ്പോൾ ഒരു ആഴത്തിലുള്ള കാര്യം മനസ്സിലാക്കുക. മാനിഫെസ്റ്റേഷൻ ബാഹ്യമായ പണത്തിലും സമ്പത്തിലും മാത്രം ഒതുങ്ങുന്നില്ല. പരമഹംസ യോഗാനന്ദയുടെ പഠനമനുസരിച്ച് യഥാർത്ഥ സമൃദ്ധി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സന്തുലിതമാക്കുന്ന ഒന്നാണ്. നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം വളരെ ശക്തമാകുന്നു. അതിന്റെ ഫലമായി നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കുന്നു. അത് ആരോഗ്യമായാലും ബന്ധങ്ങളായാലും മാനസിക സമാധാനമായാലും. അതുകൊണ്ട് പണം വെറുമൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ വിജയം നിങ്ങളുടെ ആത്മീയ സമൃദ്ധിയാണ്. ഈ സമൃദ്ധി നേടാൻ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശുദ്ധമായി സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങളുടെ ബാഹ്യലോകത്തിന്റെ കണ്ണാടിയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ളതും ശക്തവും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ വീഡിയോകൾ കൊണ്ടുവരാൻ സഹായിക്കും. മാനിഫെസ്റ്റേഷന്റെ ഏത് പ്രക്രിയയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കിടുക.